ഏകദൈവമായ യേശുവിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിൻ്റെ ജ്ഞാനമാണ് കഴിവും സാമർഥ്യവും ബുദ്ധിയും ശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം പ്രാപിക്കാം എന്നുള്ളത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കഴിവും ജ്ഞാനവും സാമർഥ്യവും ഒക്കെ ഇല്ലാതെ വരുമ്പോൾ അതൊക്കെ ഉള്ളവരെ കാണുമ്പോൾ നമ്മൾക്ക് നിരാശ തോന്നാറുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് നമ്മൾക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഈ കുറവുകളൊക്കെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജീവിതത്തിൽ പരാജയമാകും എന്നത്. ഇത്തരത്തിൽ നിരാശ തോന്നുന്ന അവസരത്തിൽ നിങ്ങൾക്ക് പ്രത്യാശ നേടിത്തരാൻ ഉതകുന്ന ഒരു വചനമാണ് സഭാപ്രസംഗി 9-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. പിന്നെയും ഞാൻ സൂര്യൻ്റെ കീഴെ കണ്ടത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള അപ്രതീക്ഷിതമായ സംഭവങ്ങളെ പഠിച്ച ശലോമോനാണ് പറയുന്നത്. പിന്നെയും ഞാൻ സൂര്യൻ്റെ കീഴിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നെയും ഞാൻ മനുഷ്യരുടെ ജീവിതത്തിൽ കണ്ടത്, വേഗതയുള്ളവൻ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. അപ്പം ഇവിടെ കാണുന്നത്, വേഗതയുള്ളവർ ഓട്ടത്തിൽ വിജയം പ്രാപിക്കണമെന്നില്ല, വീരന്മാർ യുദ്ധത്തിൽ നേടണമെന്നുമില്ല, ജയിക്കണമെന്നുമില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നതുമില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്ര ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ചാൻസ് എൻകൗണ്ടർ ആണ് എന്നത്. അപ്പോൾ അവർക്കൊക്കെയും കാലവും ഗതിയും അത്ര ലഭിക്കുന്നത് എന്നത് ഈ ഒരു വചനത്തിൻ്റെ ഇംഗ്ലീഷ് വചനം എല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ സഭാപ്രസംഗി 9-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ട്രാൻസ്ലേഷൻ്റെ പരിമിതികൾ കൊണ്ട് ചില കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷ് വേർഷനിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. The race is not to the swift, nor the battle to the strong, nor bread to the wise, nor riches to the men of understanding, nor favor to men of skill, but time and chance happen to them all. But time and chance happen to them all. കാലവും ഗതിയും കാലവും അവസരവും എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ വിജയം വേഗക്കാരന് മാത്രം ആകണമെന്നില്ല. യുദ്ധത്തിൽ ജയിക്കുന്നത് എപ്പോഴും ശക്തിയുള്ളവരും പരാക്രമശാലികൾക്കും മാത്രം ആകണമെന്നുമില്ല. ജ്ഞാനിയും വിവേകവും ഉള്ള ആളും സാമർഥ്യമുള്ള ആൾക്കാരും ആഹാരവും സമ്പത്തും അവർക്ക് മാത്രമാണ് എന്നതും അല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത് തന്നെയാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം പറയുന്നത് മറിച്ചാണ് എങ്കിലും ഇതാണ് വാസ്തവത്തിൽ എന്താ പറയുക, വേർഡ് ഓഫ് ഗോഡ്, യഥാർത്ഥ ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ് നമ്മൾ ജീവിതത്തിൽ എല്ലായിടത്തും നമ്മൾ ചുറ്റുപാടൊന്ന് നോക്കി കണ്ടാൽ തന്നെ കാണുന്നത്. ഇപ്പം നമ്മൾ യുദ്ധത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ കാണുന്നതാണ്, വളരെയധികം സൈന്യബലം ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് പോലും ചെറിയ രാജ്യങ്ങളെ പോലും കീഴ്പ്പെടുത്താൻ ആകുന്നില്ല. ടൈം ആൻഡ് ചാൻസ് ഹാപ്പൻ ടു ദെം ഓൾ. ബട്ട് ടൈം ആൻഡ് ചാൻസ് ഹാപ്പൻ ടു ദെം ഓൾ. എല്ലാവർക്കും കാലവും ഗതിയും അല്ലെങ്കിൽ അവസരവും ദൈവം നൽകുന്നു. ഇതിൻ്റെ അർത്ഥം കഴിവോ ജ്ഞാനമോ വിവേകമോ ശക്തിക്കോ എന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ മതി ദൈവം എല്ലാം നടത്തി തരും എന്നതും അല്ല. പ്രയത്നത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എഫേർട്ടിനും ഒന്നും ഒരു പ്രയോജനം ഇല്ല എന്നതുമല്ല. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിക്കും സാമർഥ്യത്തിനും കഴിവിനുമൊക്കെ മേലെയായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ദൈവത്തിൻ്റെ പരമോന്നത അധികാരത്തിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും അവസാനം നടക്കുന്നത് എന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എൻ്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞായിരുന്നു, വലിയ ജ്ഞാനമുള്ള സാമർഥ്യമുള്ള ഉപദേഷ്ടാവായിരുന്ന അഹീത്തോഫേലിൻ്റെ ആലോചന വെറും അബദ്ധമാക്കി ദൈവം മാറ്റിയത്. ദാവീദിൻ്റെ പ്രാർത്ഥനയായിരുന്ന അഹീത്തോഫേലിൻ്റെ ജ്ഞാനത്തെ അല്ലെങ്കിൽ ആലോചനയെ അബദ്ധമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വലിയ വിപത്താണ് അഹീത്തോഫേലിനും ദാവീദിൻ്റെ മകനും ഒരുക്കിയത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ജ്ഞാനിയുടെ ജ്ഞാനത്തിന് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ ഇടപെടലിനാണ് അവിടെ നിയന്ത്രണം ഉള്ളത്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് അവിടെ വിജയം വരുന്നത്. ഈ ഒരു വേദഭാഗത്തിനെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് മറ്റൊരു വേദഭാഗം കൂടെ, ഒരു സ്ക്രിപ്ചർ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.
ഇസ്രായേൽ മക്കൾക്ക് രാജാക്കന്മാർ അവരെ ഭരിക്കുന്നതിനൊക്കെ മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ന്യായാധിപന്മാർ അവരെ ഭരിക്കുന്ന സമയത്ത് ഏകദേശം 20 വർഷത്തോളമാണ് ഒരു രാജാവ്, ഒരു കനാന്യ രാജാവ് അവരെ ഭരിക്കുന്നത്. അവരുടെ വളരെ മോശമായ ആ ഒരു ഭരണത്തിൻ്റെ കീഴിൽ അവർ മടുത്തിട്ട് 20 വർഷമാകുമ്പോഴത്തേക്കിന് അവർ ആ ഒരു രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അന്നത്തെ ന്യായാധിപതിയായിരുന്ന ദെബോറ പറയുകയാണ്, യഹോവയുടെ അരുളപ്പാടുണ്ട്, അന്നത്തെ അവരെ ഭരിച്ചിരുന്ന സൈന്യാധിപനായ സിസേറയെ യഹോവ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ സിസേറ എന്ന് പറയുന്നത് വളരെ ശക്തിമാനായ സൈന്യാധിപതിയാണ്. അന്നത്തെ കാലത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഏകദേശം 900ഓളം ഇരുമ്പ് ചാരിയറ്റ്സ് ആയിരുന്നു സിസേറയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇരുമ്പ് തേരുകളുമായിട്ട് വലിയ സൈന്യ ബലം ഉണ്ടായിരുന്ന സിസേറയ്ക്കെതിരെയാണ് ആൾബലം ഒന്നുമില്ലായിരുന്ന, ഒരു സൈന്യം പോലും ഇല്ലായിരുന്ന ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വളരെ ശക്തിമാനായിരുന്ന സിസേറയും സിസേറയുടെ സൈന്യത്തെയും ഇസ്രായേൽ മക്കൾ തോൽപ്പിക്കുകയും സിസേറ തിരിഞ്ഞോടുകയും ചെയ്യുന്നു. വെറും കാൽനടയായിട്ട് സിസേറ യുദ്ധത്തിൽ നിന്നും ക്ഷീണിതനായിട്ട് കയറി പോകുന്നത് ഒരു സ്ത്രീയുടെ കൂടാരത്തിലാണ്. ആ സ്ത്രീയുടെ പേരാണ് യായേൽ. ആ സ്ത്രീക്ക് ഇതാരാണെന്ന് മനസ്സിലാവുന്നു. എല്ലാവരും കൊല്ലാൻ നോക്കി നടക്കുന്ന ആളാണെന്ന് മനസ്സിലാകുന്ന യായേൽ സിസേറയെ തൻ്റെ കൂടാരത്തിനുള്ളിൽ വളരെയധികം ശ്രദ്ധാപൂർവം ശുശ്രൂഷകളൊക്കെ നൽകി ഉറക്കിക്കിടത്തുന്നു. അതിനുശേഷം ആ സ്ത്രീ ചെയ്യുന്നത്, യായേൽ ചെയ്യുന്നത്, ആ കൂടാരത്തിൻ്റെ കുറ്റിയായ ഒരു ആണി പോലത്തെ ഒരു സാധനം സിസേറയുടെ ചെന്നിയിൽ അടിച്ചു കയറ്റി സിസേറയെ കൊല്ലുകയാണ്. അപ്പോൾ 900-ൽ പരം ഇരുമ്പ് തേരുകളുള്ള സൈന്യ ബലമുണ്ടായിരുന്ന സിസേറയെ കൊല്ലുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചത് ഒരു സ്ത്രീയെയാണ്. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച ആയുധം വെറും കൂടാരത്തിൻ്റെ കുറ്റിയാണ്, കൂടാരത്തിൻ്റെ ഒരു ആണിയാണ്. അപ്പോൾ നമ്മൾ ഈ വചനത്തിൽ വായിച്ച് കേട്ടതുപോലെ തന്നെ ശക്തന്മാർ യുദ്ധത്തിൽ ജയിക്കണമെന്നുമില്ല, നേടണമെന്നുമില്ല. ടൈം ആൻഡ് ചാൻസ് ഹാപ്പൻ ടു ദം ഓൾ. കാലവും അവസരവും എല്ലാവർക്കും എത്തുന്നു. ഈ ഒരു യുദ്ധം വിജയിപ്പിച്ചത് ആരുടെയും ശക്തിയല്ല, ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. ഇത്തരം വേദഭാഗങ്ങൾ, ഇത്തരം വാക്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കഴിവ് ഇല്ല, സാമർഥ്യം ഇല്ല എന്നുള്ള ആ ഒരു ഇല്ലായ്മയുടെ അവസ്ഥകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾക്കൊക്കെ നിരാശ തോന്നാറുണ്ട്. പക്ഷെ അത്തരം അവസ്ഥകളിലും നമ്മൾക്ക് ദൈവത്തോട് പറയാനുള്ളൊരു പ്രാർത്ഥന തന്നെയാണിത്. ഓട്ടത്തിൽ വേഗതയുള്ളവർ ജയിക്കണമെന്നില്ലല്ലോ. എനിക്ക് ഇല്ല എങ്കിലും, ഞാൻ കഴിവുകെട്ടതാണ് എങ്കിലും നിന്റെ ശക്തിയാൽ എന്നെ വിജയിപ്പിക്കുവാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഈ ഒരു വചനത്തെ ആസ്പദമാക്കി നമ്മൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയണം. ഇതെല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. നമ്മളുടെ മുമ്പിലുള്ള സിസേറ, നമ്മുടെ മുമ്പിലുള്ള അഹീതോഫേൽ പലതരത്തിലുള്ളതായിരിക്കും. ഒരുപക്ഷെ ഒരു രോഗമായിരിക്കാം, കഴിവുകേടായിരിക്കാം, ജോലിയിൽ നമുക്ക് മുന്നേറാൻ പറ്റാത്തതായിരിക്കും. പലർക്കും ഉള്ളതാണ് ജോലിയിലൊക്കെ മുന്നേറാൻ പറ്റാത്ത ആ ഒരു കഴിവും സാമർഥ്യവും ഒക്കെ ഇല്ലാത്ത അവസ്ഥ. പക്ഷെ ഇത്തരം അവസ്ഥകളിലൊക്കെ നമ്മളുടെ കഴിവുകേടിൽ അവൻ്റെ കഴിവ്, അവൻ്റെ സാമർഥ്യം തികഞ്ഞ് വരുന്നു എന്നത് നമ്മളെല്ലാവരും ഓർത്ത് ഇരിക്കേണ്ട വസ്തുത തന്നെയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി വിജയം നേടിത്തരുന്നത്, അൾട്ടിമേറ്റ്ലി ബ്രേക്ക് ത്രൂ മിറക്കിൾസ് സംഭവിക്കുന്നത് മനുഷ്യൻ്റെ കഴിവോ സാമർഥ്യമോ ഒന്നുമല്ല. ദൈവം ഇടപെടുമ്പോൾ, ദൈവം ആരുടെ കൂടെയാണ്, ദൈവം ആരുടെ പക്ഷത്താണ് എന്നതനുസരിച്ച് തന്നെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ കഴിവിൻ്റെ പുറത്തല്ല, സാമർഥ്യത്തിൻ്റെ പുറത്തല്ല, ജ്ഞാനത്തിൻ്റെയോ വിവേകത്തിൻ്റെയോ ഒന്നും പുറത്തല്ല. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ പക്ഷമുണ്ടോ, കൂടെയുണ്ടോ, ദൈവത്തിൻ്റെ ചാരയുണ്ടോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയം നേടിത്തരും എന്നത് പരമാർത്ഥമായൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ എന്നതാണ്. അബൈഡിങ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കുക. ദൈവ വചനങ്ങളുമായിട്ടുള്ള സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇല്ലായ്മകളിലും കഴിവുകേടുകളിലും ഒക്കെ ദൈവം ഇടപെടാൻ തുടങ്ങും. അപ്പോൾ ദൈവം ഇടപെടുമ്പോൾ, ദൈവം പ്രവർത്തിക്കുമ്പോൾ ജയം സമർത്ഥൻ്റേത് മാത്രമാകുന്നില്ല, ജയം ഒട്ടക്കാരൻ്റേത് മാത്രമാകുന്നില്ല, ജയം ജ്ഞാനിക്കോ വിവേകിക്കോ സമർത്ഥനോ ആകുന്നുമില്ല. ജയം എപ്പോഴും സാമർത്ഥ്യം ഇല്ലാത്ത ആൾക്കാർക്ക് തന്നെയാണ്. സങ്കീർത്തനം 35-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദാവീദ് പറയുകയാണ്, നിന്നെ പോലെ മറ്റാരുള്ളൂ,
There's no one like you, God. ശക്തി ഇല്ലാത്തവരെ, അവരെക്കാട്ടിൽ ശക്തി ഉള്ളവരുടെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്നതാണ്. സങ്കീർത്തനം 33 അധ്യായത്തിലും നമ്മൾ ഈ വായിച്ചു കേട്ട അതേ വാക്യത്തിൻ്റെ അർത്ഥം തന്നെയാണ്. അതിൻ്റെ ഏകദേശം 16 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അപ്പോൾ ബലാധിക്യം കൊണ്ടും സൈന്യ ബഹുത്വം കൊണ്ടും കുതിര കൊണ്ടും തേര് കൊണ്ടും ഒന്നും ആർക്കും ഒരു പ്രയോജനം വരുന്നില്ല. അവസാനം ദൈവത്തിൻ്റെ പരമോന്നത അധികാരം ദൈവം പ്രയോഗിക്കുന്നു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പരമോന്നത അധികാരം, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് ഇരിക്കണം. കഴിവിന് വേണ്ടി, സാമർഥ്യത്തിന് വേണ്ടിയും ഒക്കെ നമ്മൾ പ്രയത്നിക്കേണ്ട എന്നതുമല്ല. നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് നമ്മൾ എത്രമാത്രം ചേർന്നിരിക്കുന്നു എന്നതാണ്. കാരണം ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, ദൈവം പ്രവർത്തിക്കുമ്പോൾ, ദൈവം തൻ്റെ കൈ ചലിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്കും വിജയങ്ങൾക്കും നമ്മൾ സാക്ഷികളാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വചനം കഴിവ് ഇല്ലാത്ത, നിരാശയിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും പ്രത്യാശ നൽകുന്ന വചനമായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കഴിവുകേടിൽ, നിങ്ങളുടെ ഇല്ലായ്മകളിൽ, നിങ്ങളുടെ ബലഹീനതകളിൽ, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളിലൊക്കെ ദൈവം ഇടപെടാൻ നിങ്ങൾ വിശ്വാസം കൊണ്ട് ദൈവത്തിനെ ക്ഷണിക്കുക. ദൈവം ഇടപെടുമ്പോൾ ജയം ശക്തൻ്റേതല്ല, ജയം വെറും ഒന്നുമില്ലാത്ത, സാമർഥ്യമില്ലാത്ത, കഴിവില്ലാത്ത ആളിൻ്റെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും എൻ്റെ ഒരു വിശ്വാസമാണ്, നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരാളായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞ് വരുന്നത് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മുടെ കഴിവിലും സാമർഥ്യത്തിലുമൊന്നും ജ്ഞാനത്തിലുമൊന്നും അഹങ്കരിക്കാതെ ഏറ്റവും ചെറിയ ആളായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പകരുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് ജീവിത വിജയങ്ങൾക്കായിട്ട് ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരുന്നു കൊണ്ട് നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. So come fall in love with Jesus and fall in love with the word of God.